Today, let us find out what is the meaning of commercialization of agriculture. By commercialization of agriculture, we mean the shift from subsistence farming to farming for sale. ഉപജീവനത്തിന് വേണ്ടിയുള്ള കൃഷിയിൽ നിന്നും വിൽപ്പനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിന് വേണ്ടിയുള്ള കാർഷിക ഉൽപാദനത്തെയാണ് നമ്മൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇന്നലെ വരെ നമ്മുടെ കർഷകർ അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൃഷി ചെയ്തെങ്കിൽ ഇവിടെ മാർക്കറ്റിന് വേണ്ടി വ്യാപകമായി പ്രത്യേകിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. Now let us find out what are the important factors which helped the process of commercialization of agriculture. First one is the free trade policy, which is followed by the British government. British government സ്വീകരിച്ച ഫ്രീ ട്രേഡ് പോളിസിയാണ്. മറ്റൊന്ന് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ്. കാരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ ഗതാഗത വാർത്താവിനിമയ മേഖലയിലുണ്ടായ ഉയർച്ച നമ്മുടെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ചു എന്ന് പറയാൻ പറ്റും. Another one is the opening up of Suez Canal ആണ്. സൂയസ് കനാൽ തുറക്കപ്പെട്ടത് വ്യാപാരം വർദ്ധിക്കാൻ കാരണമായി. Increasing use of money. Another important factor which led to the commercialization of agriculture is the use of money. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സാധനം കൊടുത്ത് സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അതിന് പകരമായി വ്യാപകമായി പണം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് എന്താണ് വാണിജ്യവൽക്കരണത്തിന് സഹായകരമായി എന്നതാണ്. Then another factor is the improvement in irrigation facilities. Because of the increased irrigation facilities, we could able to produce more. നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. Now let us find out what are the advantages of commercialization of agriculture. ഈ വാണിജ്യവൽക്കരണം കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ നോക്കാം. First one is the economic condition of the cultivators improved. നമ്മുടെ കർഷകരുടെ സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ തുടങ്ങി. അവർ ഇന്നലെ വരെയുള്ള ആ ജീവിത രീതിയിലും അവരുടെ ജീവിത നിലവാരത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ്. The influence of tradition and custom was considerably reduced. നമ്മുടെ കാർഷിക മേഖലയെ എന്നും പിന്നോട്ട് നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനായിട്ട് നമ്മുടെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിൽ സാധിച്ചു എന്നുള്ളതാണ്. യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. The commercialized agriculture enables utilization of scientific methods. ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിക്കാൻ നമുക്ക് സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്. It created the interest in the mind of the farmers to earn money. This made them more enterprising. കർഷകരെ സംബന്ധിച്ച് പണത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചു. കാരണം ഇന്നലെ വരെ സാധനം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മണിയാണ്. മണി ഈസ് യൂസ്ഡ് ആസ് ആൻ മെഷർ ഓഫ് വാല്യൂ ആൻഡ് ഓൾസോ എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ താല്പര്യം ഉണ്ടായി എന്നതാണ്. So need for the speedy movement of crops led to the development of transport facilities, especially water transport and ports. വീണ്ടും ഉൽപ്പന്നങ്ങൾ വിവിധ മാർക്കറ്റിൽ എത്തിക്കേണ്ടതുണ്ട്, സ്പീഡായിട്ട് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ജലഗതാഗതവും അതുപോലെ തന്നെ പോർട്ട് ഗതാഗതവും ഒക്കെ നല്ല രീതിയിൽ വികാസം പ്രാപിക്കുകയുണ്ടായി. Now let us find out what are the disadvantages of commercialization of agriculture. കാരണം ഇതിന് അഡ്വാൻറ്റേജ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. Let us find out what are the disadvantages of commercialization of agriculture. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആഘാതം എന്തെല്ലാമാണ്. So it led to the situation in which the income of the cultivators become wholly dependent on the market condition. ഇന്നലെ വരെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് നമ്മുടെ കർഷകരെ ബാധിച്ചിട്ടേ ഇല്ല. കാരണം മാർക്കറ്റിന് വേണ്ടി അവനൊന്നും ഉൽപ്പാദിപ്പിച്ചില്ല. പക്ഷെ
പക്ഷെ ഇന്ന് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന അവൻ ആവശ്യമുള്ളതല്ല, മറ്റുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, മാർക്കറ്റിന് വേണ്ടിയാണ്. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഏതൊരു ഉയർച്ച താഴ്ചയും കർഷകന്റെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കർഷകന്റെ ജീവിതം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ സാഹചര്യങ്ങളെ അനുസരിച്ച് ആയി മാറി എന്നുള്ളതാണ്. Next one is the increased export of food grains created domestic scarcity and Indian villages were constantly under the threat of famine. നമ്മൾ പറഞ്ഞതാണ് ഈ കാലഘട്ടത്തിൽ ധാരാളമായി ഭക്ഷ്യധാന്യങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുകയുണ്ടായി. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഇവിടെ കുറയാനും അത് ക്ഷാമം ഉണ്ടാക്കാനൊക്കെ കാരണമായി. Another defect of commercialization of agriculture is the entry of merchant capital into agriculture. നമ്മുടെ കാർഷിക മേഖലയിലും ബ്രിട്ടീഷ് മൂലധനം കടന്നു പോകുന്നതാണ്. അതായത് എന്താണ്, നമ്മുടെ ഇവിടെയുള്ള കച്ചവടക്കാരിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് കാർഷിക മേഖലയിൽ നിക്ഷേപം നടത്തുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കി. അത് പല ഇന്ത്യൻ കർഷകരെയും കടക്കണിയിൽപ്പെടുകയും അവര് ലാൻഡ്ലെസ് ലേബേഴ്സ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ്യലൈസേഷൻ ഹാഡ് ഇറ്റ്സ് ബാഡ് ഇഫക്ട്സ് ഓൺ ദി സോഷ്യൽ സ്ട്രക്ചർ ഓൾസോ. നമ്മുടെ സാമൂഹിക ഘടനയിൽ പോലും അത് മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ സമൂഹത്തെ 3 വിഭാഗങ്ങളാക്കി അത് തരംതിരിച്ചു. ഇറ്റ് ഡിവൈഡ്സ് അവർ സൊസൈറ്റി ഇൻടു 3 ഗ്രൂപ്പ്സ്: റിച്ച് ഫാമേഴ്സ്, പുവർ ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ലേബേഴ്സ്. സമ്പന്നരായ കർഷകർ, ദരിദ്രരായ കർഷകർ, ഭൂമിയില്ലാത്ത വെറും ബോണ്ടഡ് ലേബേഴ്സ്. ആ രീതിയിലേക്ക് അത് നയിക്കപ്പെടുകയുണ്ടായി. There was exploitation of the poor farmers and agricultural laborers by the affluent class. ഇവിടെ എന്താ സംഭവിച്ചത്? ധനാഢ്യന്മാരായ സമ്പന്ന വിഭാഗം കർഷകർ ദരിദ്രരായ കർഷകരെയും കാർഷിക തൊഴിലാളികളെയും പരമാവധി ചൂഷണം ചെയ്തു. ഇന്ത്യൻ അഗ്രികൾച്ചർ ആക്ടിവിടെ കൊളോണിയൽ ഫോം. Agricultural raw materials were demanded by the British industries. Indian agriculture thus became subservient to the British interests. ഇവിടെ നമുക്കറിയാം ഇന്ത്യൻ അഗ്രികൾച്ചർ എന്തായി മാറി? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാർഷിക രീതി നമ്മൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഇൻഡിഗോ കൾട്ടിവേഷൻ ആയാലും. അപ്പോൾ എന്താണ്, ബ്രിട്ടൻ ഫാക്ടറികൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരാവുകയും തുടർന്ന് നമ്മുടെ കാർഷിക മേഖല ഒരു കൊളോണിയൽ ഫോമും രൂപീകരിക്കുകയും ചെയ്തു.